പാർട്ടി വിടുന്നു. അദ്ദേഹം ബി ജെ പിയെ ഉപേക്ഷിച്ചതോ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചതാണോ എന്നുള്ളത് അറിയില്ല. ചിലര് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉപേക്ഷിച്ച് ആ രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കാതെ പോകുന്ന നമ്മൾ കാണാറുണ്ട്. ഈ പറഞ്ഞ വ്യക്തി ബി ജെ പിയെ ഉപേക്ഷിച്ചതാണോ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചതാണോ? ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ മതവർഗീയ രാഷ്ട്രീയത്തെ ഏതൊരു മനുഷ്യനും ഉപേക്ഷിക്കുന്നത്, പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് മതനിരപേക്ഷ മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമായി. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ പോയ ഇടം പറ്റിയ ഇടമാണോ എന്നുള്ളതാണ് പിന്നെയുള്ള ചോദ്യം. ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിന്റെ ഒരു തരിയെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ പാർട്ടിയിലാണ് ഇപ്പോൾ അദ്ദേഹം പോയത്. ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിന്റെ ഒരു തരിയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പഴയ ഓർമ്മയിൽ ശാഖക്കൊന്ന് കാവൽ വെക്കാൻ തോന്നും. അപ്പൊ ഇപ്പൊ കോൺഗ്രസ് ചേർന്ന സ്ഥിതിക്ക് അങ്ങനെ പഴയ ഓർമ്മയിൽ ശാഖക്കൊന്ന് കാവൽ വെക്കാൻ തോന്നിയാൽ കൂട്ടിന് KPCC പ്രസിഡന്റ് തന്നെ വരും. അദ്ദേഹം ബി ജെ പിയിൽ നിന്നപ്പോൾ നടത്തിയ വിഷം തുപ്പുന്ന വാക്കുകളും അപകടകരമായ പരാമർശങ്ങളും പ്രസംഗങ്ങളുമുണ്ട്. അതിന് അദ്ദേഹത്തിൽ പ്രചോദിതനാകാൻ കാരണമായ വ്യക്തി ഗോൾവാൾക്കറാണ്. ഇനി ആ ഓർമ്മ വെച്ച് ഗോൾവാൾക്കറുടെ ഫോട്ടോയിലൊന്ന് പൂവിട്ട് പൂജിക്കാൻ തോന്നിയാൽ ഇപ്പൊ കോൺഗ്രസ് ചേർന്ന് നന്നായി കൂട്ടിന് പ്രതിപക്ഷ നേതാവനുണ്ടാവും. കോൺഗ്രസിലുള്ളവർ ആത്മാർത്ഥമായി മതനിരപേക്ഷ രാഷ്ട്രീയം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ, ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ച് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ ഇന്ന് കോൺഗ്രസിൽ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു കാലമാണ്. ഒരുപാട് പേർ അങ്ങനെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ശരിയായ അർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് നടപ്പിലാക്കാനാകില്ല, പറയാനാകില്ല, പ്രവർത്തിക്കാനാകില്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് ബി ജെ പിയിലുള്ളൊരു വ്യക്തി ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ ഒരു മനുഷ്യനെങ്കിലും കൈവിടുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ പോയ ഇടം അതിന് പറ്റിയ ഇടമല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഞാനീ പറഞ്ഞതിലെല്ലാം ഉണ്ട്. ഇതുപോലൊരു ചോദ്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോട് അല്പം മുമ്പ് ചോദിച്ച് അദ്ദേഹം വ്യക്തത വരുത്തിയതാണ്. ഞങ്ങൾ നയവും നിലപാടും വെച്ചുകൊണ്ടാണ് ആളുകളെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് സ്വീകരിക്കുക. ഭൂതകാലത്തിൽ എന്ത് നിലപാടെടുത്തതെന്ന് നോക്കിയിട്ടല്ല, നയവും നിലപാട് നോക്കിയിട്ടാണ്. എന്നാൽ മതവർഗീയതക്കെതിരെ ശരിയായ അർത്ഥത്തിൽ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അദ്ദേഹം ബി ജെ പിയുടെ സ്പോക്സ്മാൻ, വക്താവായി ചാനൽ ചർച്ചയിൽ സ്ഥിരം പങ്കെടുക്കുന്നയാളാണ്. പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതലൊന്നും മാറ്റി പറയേണ്ട അവസ്ഥ ഇനി കോൺഗ്രസിന്റെ വക്താവായി ചാനൽ ചർച്ചയിൽ പങ്കെടുത്താലും അദ്ദേഹത്തിന് ഉണ്ടാകില്ല. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണന പണ്ട് ബി ജെ പിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണോ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത്, അതേ CD തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ വക്താവായി ചാനൽ ചർച്ചയിലും നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാം. ചൂരൽമല ദുരന്തത്തിൽ കാരണം 4 മാസമായിട്ടും തരാൻ തയ്യാറാകാതെ, അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ തയ്യാറാകാതെ ബി ജെ പി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് പകവീട്ടൽ സമീപനം സ്വീകരിക്കുന്നതിനെ കുറിച്ച് ബി ജെ പി വക്താവായി ചാനൽ ചർച്ചയിൽ എന്താണോ പറഞ്ഞത് അത് തന്നെ കോൺഗ്രസ് വക്താവായിട്ടും പറയാൻ പറ്റും. കൊടകര കുഴൽപ്പണം അതിൽ 3 കൊല്ലം ED താലോലിച്ച് എന്നതിനെ കുറിച്ച് ബി ജെ പി മൗനം പാലിച്ചതുപോലെ ഇനി കോൺഗ്രസിൽ നിന്നും അദ്ദേഹത്തിന് മൗനം പാലിക്കാൻ വേണ്ടി പറ്റും. ഇതൊരു വസ്തുതയാണ്. ആഭ്യന്തര വിഷയമാണ് ഇത്. യുഡിഎഫിലെ ഘടകകക്ഷികൾക്കൊക്കെ ഈ ഒരു സന്ദീപിന്റെ വരവിൽ ഒരു അതിർത്തി ഉണ്ടാവും, അത് തുറന്നു പറയേണ്ടതല്ലേ? അല്ല, ഞാൻ ഏതെങ്കിലും വ്യക്തികൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമാണോ ഇഷ്ടമില്ലയോ എന്നുള്ളതല്ല ചോദ്യം. ഏതൊരു മനുഷ്യനും ഒരു രാഷ്ട്രീയ പ്രവൃത്തിയിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ ഒരു പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടി പോകാനുള്ള അവകാശമുണ്ട്. ഇവിടെ മനസ്സിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ത് എന്നുള്ളതാണ് പ്രശ്നം. ആ രാഷ്ട്രീയം ശക്തമായി എതിർക്കപ്പെടേണ്ട രാഷ്ട്രീയമാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചർച്ച ചെയ്യണം മതവർഗീയ രാഷ്ട്രീയം. മതവർഗീയ രാഷ്ട്രീയത്തെ ശക്തിയുക്തം എതിർക്കാൻ
കോൺഗ്രസിൽ നിന്നുകൊണ്ട് സാധിക്കില്ലയോ? അതാണ് ചോദ്യം. സാധിക്കില്ല എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. കോൺഗ്രസിൽ തന്നെയുള്ളവർ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുക കോൺഗ്രസ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ബി ജെ പിയിലുള്ള ഒരാൾ കോൺഗ്രസിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള പ്രശ്നമാണ് ഞാൻ ശ്രദ്ധയപ്പെടുത്തിയത്. അതാണ് ഞാൻ പറഞ്ഞത്.